ശ്രീ ഹരീഷ് വാസുദേവ്, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. രമേശ് നാരായണൻ്റെ ആസിഫ് അലിയോടുള്ള പെരുമാറ്റം വീഡിയോയിൽ കണ്ടു. അതിൽ ആസിഫ് അലിയിൽ നിന്ന് മെമൻറ്റോ പിടിച്ചു വാങ്ങി ജയരാജിനോട് നൽകാൻ പറയുന്ന അറഗൻസ് അതിൽ വ്യക്തമാണ് എന്ന്. തീർച്ചയായും അതിന് ഖേദം പിന്നീട് രേഖപ്പെടുത്തുന്നു, താൻ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് തൃപ്തികരമാണോ ആ ദൃശ്യങ്ങൾ കണ്ട ഒരാൾ എന്ന നിലയിൽ? ഒരു സാഹചര്യത്തിൽ തെറ്റ് ചെയ്താൽ ഏറ്റവും മിനിമം പാലിക്കേണ്ട ഒരു സുജന മര്യാദ എന്ന് പറയുന്നതാണ് ക്ഷമ പറയുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ക്ഷമ പറഞ്ഞിട്ടുള്ളത് മുഖവിലേക്ക് എടുക്കുന്നു, നല്ല കാര്യമാണ്. ഇനി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ആ തെറ്റ് ബോധ്യമാവണം എന്നുള്ളതാണ് സത്യത്തിൽ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അടുത്തു നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് തനിക്ക് അവാർഡ് നൽകാൻ വന്നയാളിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിച്ച് ഞാൻ ജയരാജിൽ നിന്ന് ഇത് വാങ്ങൂ, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് പോലും അദ്ദേഹം അതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സ്റ്റേജിൽ വെച്ച് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രതികരണങ്ങൾ നമ്മൾ നോക്കിയാലും ജയരാജിന്റെ കയ്യിൽ നിന്ന് ആണ് താൻ അവാർഡ് വാങ്ങാൻ യോഗ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ കാണാം. അതൊട്ടും ശരിയായ കാര്യമല്ല. ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാൻ തനിക്ക് പറ്റില്ല എങ്കിൽ അദ്ദേഹം ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കരുതായിരുന്നു. കാരണം ഇതിന്റെ സംഘാടകരിൽ നിന്ന് എന്തോ മോശപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സംഘാടകരോടുള്ള പ്രശ്നം സംഘാടകരോടാണ് തീർക്കേണ്ടത്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ, അയാളൊരു കലാകാരനാണ്. ആസിഫ് അലി കേരളത്തിൽ എല്ലാവരും അറിയുന്ന, ഒരുപക്ഷെ ശ്രീ രമേശ് നാരായണനെ അറിയാത്തവർ പോലും അറിയുന്ന ഒരു കലാകാരനാണ്. അപ്പൊ തന്റെ അടുത്തുള്ള കലാകാരൻ, തന്നെ അംഗീകരിക്കാൻ വരുന്ന ഒരു കലാകാരൻ, അയാൾ എത്ര ചെറുതായാലും വലുതായാലും അയാൾ മനുഷ്യർ അംഗീകരിക്കുന്ന ഡിഗ്നിറ്റി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ ഡിഗ്നിറ്റിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ്. ഇത്രയധികം ആളുകൾ, ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്നത് അത് മനുഷ്യരോട് പുലർത്തേണ്ട ഡിഗ്നിറ്റി. കല, സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? മനുഷ്യരെ നല്ല രീതിയിൽ റിനൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മനസ്സിൽ ഈ ജാതിബോധമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിപ്പ ചെറുപ്പമോ ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകൾ ഒരു തരത്തിലും ഇത്തരം അവാർഡുകൾക്ക് അംഗീകാരത്തിന് അർഹരല്ല. അതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം ഇനിയും തെറ്റുകൾ സംഭവിക്കാതെ തിരുത്തുകയാണ് വേണ്ടത്. ഇനിയും മനുഷ്യരോട് ഇത്തരത്തിൽ പൊതുസ്ഥലത്തിൽ പെരുമാറുമ്പോൾ പാലിക്കേണ്ട ഔചിത്യവും മര്യാദയും പാലിക്കുകയാണ് വേണ്ടത്.